CRRB ഇന്നത്തെ നമ്മുടെ വീക്കിലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ആഴ്ചത്തെ അതായത് ഈ ഫ്രൈഡേ വരെയുള്ള കറണ്ട് അഫയർ സെഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരുന്ന നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ബാക്കി നമ്മുടെ സാറ്റർഡേയും സൺഡേയും നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കാം. റെഡി? അപ്പൊ എല്ലാവരും റെഡി ആണെങ്കിൽ വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മറക്കരുത്. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന്, നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആസ്പിറൻസിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. SSC റെയിൽവേ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ. President Draupadi Murmu inaugurates Rashtrapati Tapovan and Rashtrapati Niketan in Dehradun. Rashtrapati Tapovan and Rashtrapati Niketan President Draupadi Murmu ഡെറാഡൂണിൽ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് വിഷ്വൽ ഡിസബിലിറ്റി രാജ്പൂർ റോഡ് ഇൻ ഡെറാഡൂൺ അവിടെ വിസിറ്റും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. കൂടാതെ തന്നെ രാഷ്ട്രപതി ഉദ്യാന് തറക്കല്ലിടുകയും കൂടി ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ആലോചിക്കാം. ഓക്കെ. നെക്സ്റ്റ്, ഉത്തരാഖണ്ഡ് ലോഞ്ചസ് ഇന്ത്യസ് ഫസ്റ്റ് യോഗ പോളിസി ടു ബിക്കം ഗ്ലോബൽ വെൽനസ് ക്യാപിറ്റൽ. അപ്പൊ ഗ്ലോബൽ വെൽനസ് ക്യാപിറ്റൽ ആവുന്നതിന്റെ ഭാഗമായി ഉത്തരാഖണ്ഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയുടെ ഫസ്റ്റ് യോഗ പോളിസി ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇതിന്റെ കൂട്ടത്തിൽ ഉത്തരാഖണ്ഡ് CM ആരാണ്? പുഷ്കർ സിംഗ് ധാമിയാണ്. ഓക്കെ. 11th ഇന്റർനാഷണൽ യോഗ ഡേ, വളരെ ഈ അടുത്താണ് ഇന്റർനാഷണൽ യോഗ ഡേ കഴിഞ്ഞു പോയത് അല്ലെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീക്കിലി കറണ്ട് അഫെയർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്നാണ് ഇന്റർനാഷണൽ യോഗ ഡേ എന്നും എന്താണ് അതിന്റെ തീം എന്നും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ. ചീഫ് മിനിസ്റ്റർ പുഷ്കർ സിംഗ് ധാമിയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഉത്തരാഖണ്ഡിന്റെ യോഗ പോളിസി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏത് ഡേയിലാണ്? 11th ഇന്റർനാഷണൽ യോഗ ഡേയിലാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ കൺട്രി ടു അനൗൺസ് സച്ച് എ പോളിസി. അപ്പൊ ഇതേപോലെയുള്ള ഒരു യോഗ പോളിസി പുറത്തിറക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ് ആണ്, നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് സ്റ്റേറ്റ് ആണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. A subsidy of up to 20 lakh would be given. അതായത് ഈ ഒരു പോളിസിയിൽ യോഗ ആൻഡ് വെൽനസ് സെന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് 20 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അത് കൂടാതെ തന്നെ യോഗ ഫീൽഡിൽ റിസർച്ചുകൾ ചെയ്യുന്നതിനായിട്ട് 10 ലക്ഷം രൂപയുടെ ഗ്രാന്റ് ആണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ. അത് കൂടാതെ തന്നെ ബൈ 2030 ഉത്തരാഖണ്ഡിൽ ഏകദേശം 30 യോഗ ഹബ്ബുകളാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. റെഡിയാണല്ലോ? ഉത്തരാഖണ്ഡ് CM ആയിട്ടുള്ള പുഷ്കർ സിംഗ് ധാമിയാണ് ഈ ഒരു അനൗൺസ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയും ആലോചിക്കുക. ഇനി നെക്സ്റ്റ് സിയിലേക്ക് നമുക്ക് പോകാം. ICMR NIH launches India's first national rare blood donor registry. അപ്പൊ ഇന്ത്യയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോഹീമിയറ്റോളജി എന്ത് ചെയ്തിട്ടുണ്ട്? മുംബൈയിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ അണ്ടറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു റെയർ ബ്ലഡ് ഗ്രൂപ്പ് ഡോണേഴ്സിന്റെ ഒരു രജിസ്ട്രറി കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രജിസ്ട്രറി കീപ്പ് ചെയ്യുന്നത് വഴി അൺകോമൺ ബ്ലഡ് ഗ്രൂപ്പ് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. സോ ICMR NIH is currently discussion with നമ്മുടെ ഈ രക്തകോശ് എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ എക്സിസ്റ്റിംഗ് ബ്ലഡ് പോർട്ടലുമായിട്ട് ഓൾറെഡി ഡിസ്കഷനിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇവരുടെ കൊളാബറേഷന് വേണ്ടിയിട്ട്. ഇപ്പോൾ ICMR-ഉം NIH-ഉം അതായത് നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോഹീമിയറ്റോളജിയും ICMR-ഉം കൂടി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് റെയർ ബ്ലഡ് ഗ്രൂപ്പിന്റെ ഒരു രജിസ്ട്രറി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നോക്കുക. നെക്സ്റ്റ്, ഇന്ത്യ മൂവ്സ് ടു വൺ നേഷൻ വൺ ടൈം IST become mandatory. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം മാൻഡേറ്ററി ആക്കാൻ പോവുകയാണ് ഇൻ ദ ഫീൽഡ് ഓഫ് ലീഗൽ, കൊമേഴ്ഷ്യൽ, ഡിജിറ്റൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ്. അപ്പോൾ എന്തെങ്കിലും ലീഗൽ, കൊമേഴ്ഷ്യൽ, ഡിജിറ്റൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ് നടത്തുകയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം മാൻഡേറ്ററി ആക്കാനായിട്ട് പോവാണ്. വൺ നേഷൻ വൺ ടൈം പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു മൂവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഒരു അപ്പോയിന്റ്മെന്റിന്റെ ന്യൂസ് ആണ്.
അവാർഡ് വിന്നിംഗ് പ്രൊഫസർ സുമൻ ചക്രവർത്തിയാണ് IIT Kharagpur ഡയറക്ടർ എന്ന് പറയുന്നത്. IIT Kharagpur ന്യൂ ഡയറക്ടർ ഈസ് സുമൻ ചക്രവർത്തി. അതുകൂടാതെ തന്നെ നെക്സ്റ്റ് UPSC ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ആപ്പിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദാറ്റ് ഇസ് പ്രതിഭ സേതു. അതായത് പ്രൈവറ്റ് സെക്ടറിലേക്ക് വളരെ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ എംപ്ലോയറിനെ കണക്ട് ചെയ്യിക്കുന്നതിനായിട്ടാണ് പ്രതിഭ സേതു എന്ന് പറയുന്ന ആപ്പ് വന്നിരിക്കുന്നത്. സോ UPSC ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ് പ്രതിഭ സേതു എന്ന് പറയുന്ന ആപ്പ്. പ്രൈവറ്റ് എംപ്ലോയേഴ്സിന് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായി കണക്ട് ചെയ്യുന്നതാണ്. സോ പ്രതിഭ സേതു ദാറ്റ് ക്യാൻ ഹെൽപ്പ് എംപ്ലോയീസ് കണക്ട് വിത്ത് ടോപ്പ് ടാലന്റ്. അതായത് UPSC Pratibha Setu provide platform for employer to select non-recommended willing candidates who are almost as meritorious to recommended. അതായത് UPSC എക്സാമിന്റെ പല എക്സാമുകൾ പാസ് ചെയ്യുകയും എന്നാൽ ഈ റാങ്കുകൾ കാരണം അവർക്ക് UPSCയിൽ പോസ്റ്റിംഗ് ലഭിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന മെറിറ്റോറിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെ, പക്ഷെ അവർക്ക് UPSCയിൽ ജോലി കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ പ്രൈവറ്റ് എംപ്ലോയേഴ്സിന് അവർ വില്ലിംഗ് ആണെങ്കിൽ പ്രൈവറ്റ് എംപ്ലോയേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രതിഭ സേതു എന്ന് പറയുന്ന ആപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു എക്സാമിനേഷന് ബിയോണ്ട് ആയിട്ട് അവർക്ക്, അതായത് ഒരു UPSC എക്സാമിന് ഒരു പെർട്ടിക്കുലർ ലെവലിൽ തോറ്റു പോവുകയാണെങ്കിൽ അവർക്ക് പിന്നീട് വീണ്ടും ആദ്യം തൊട്ടേ തുടങ്ങണം അല്ലെ. സോ അവര് ഈ ബിയോണ്ട് എക്സാം അവർക്കൊരു ഷൈനിങ്ങിന് വേണ്ടിയിട്ടാണ് എന്തെന്ന് പറയുന്നത് പ്രതിഭ സേതു എന്ന് പറയുന്ന ആപ്പ്, പ്രതിഭ സേതു എന്ന് പറയുന്ന ഒരു കണക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്, പ്രതിഭ സേതു എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, പ്രൊഫഷണൽ റിസോഴ്സ് ആൻഡ് ടാലന്റ് രജിസ്ട്രേഷൻ. Professional resource and talent registration bridge for hiring aspirants എന്നുള്ളതാണ്. ബ്രിഡ്ജ് ഫോർ ഹയറിംഗ് ആസ്പിറൻസ് എന്നുള്ളതാണ് പ്രതിഭന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. പ്രൊഫഷണൽ റിസോഴ്സ് ആൻഡ് ടാലന്റ് ഇന്റഗ്രേഷൻ ബ്രിഡ്ജ് ഫോർ ഹയറിംഗ് ആസ്പിറൻസ് എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. റെഡി? അപ്പൊ നെക്സ്റ്റ് ആണ് നമ്മുടെ വിനീത് ജോഷി പാനൽ. വിനീത് ജോഷി പാനൽ എന്ന് പറയുന്നത് ഈയിടെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പാനലാണ് വിനീത് ജോഷി പാനൽ എന്ന് പറയുന്നത്. ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി വിനീത് ജോഷിയാണ് ഈ പാനൽ ഹെഡ് ചെയ്യുന്നത്. സോ ഈ പാനൽ എന്ന് പറയുന്നത് നമ്മുടെ കോച്ചിങ് സെന്റേഴ്സുമായിട്ടുള്ള ഡിപ്പെൻഡൻസി ഇപ്പൊ സ്റ്റുഡൻസിന് വളരെ കൂടുതലാണ് അല്ലെ. സോ അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുക, ഈ കോച്ചിങ് സെന്റേഴ്സിന്റെ എഫക്റ്റീവ്നെസ്, ഫെയർനെസ് ഒക്കെ എങ്ങനെ ആസസ് ചെയ്യുക, എങ്ങനെയാണ് ഒരു എൻട്രൻസ് എക്സാമിന്റെ എഫക്റ്റീവ്നെസ് അല്ലെ, ആൻഡ് ആസസ് ദ എഫക്റ്റീവ്നെസ് ആൻഡ് ഫെയർനെസ് ഓഫ് കോമ്പറ്റീറ്റീവ് എൻട്രൻസ് എക്സാമിനേഷൻസ്. അപ്പോൾ എൻട്രൻസ് എക്സാമിനേഷന്റെ കോമ്പറ്റീറ്റീവ്നെസ്, എഫക്റ്റീവ്നെസ്, ഫെയർനെസ് ഒക്കെ അസസ് ചെയ്യുക. അത് കൂടാതെ തന്നെ ഡിപ്പെൻഡൻസി, കോച്ചിങ് സെന്റേഴ്സിൽ സ്റ്റുഡൻസിനുള്ള ഡിപ്പെൻഡൻസി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതൊരു 9-member പാനൽ ആണ്. To suggest measures to reduce the dependency of students on coaching centers and assess the effectiveness and fairness competitive examinations. Next ആണ് രക്ഷാ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് റിലീസ് പ്രസിഡന്റ് സ്പീച്ച് കമ്പൈലേഷൻ വിങ്സ് ടു അവർ ഹോപ്സ് വോളിയം 2 ആൻഡ് Ashon Ki Uthan come to on 23rd June. അപ്പോൾ വിങ്സ് ടു അവർ ഹോപ്സ് എന്ന് പറയുന്നത്, വിങ്സ് ടു അവർ ഹോപ്സിന്റെ വോളിയം 1 ഓൾറെഡി റിലീസ്ഡ് ആണ്. ഇത് വോളിയം 2 ആണ്. 51 സ്പീച്ചസ് ആണ് ഇതിൽ, കളക്ഷൻ ഓഫ് 51 സ്പീച്ചസ് ആണ്. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 51 സ്പീച്ചസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. റെഡി? നെക്സ്റ്റ്, ഇന്ത്യ സ്ക്രിപ്റ്റ്സ് ഇറ്റ്സ് ഹിസ്റ്റോറിക് ഫിനിഷ്. അതായത് Under-23 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ്, Under-23 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഹിസ്റ്റോറിക് ഫിനിഷ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നോക്കുക, മെൻസ് ഫ്രീ സ്റ്റൈലിൽ ഇന്ത്യയാണ് എന്ത് വന്നിരിക്കുന്നത്, ടോപ്പിൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. കൂടാതെ തന്നെ ഹെവിയസ്റ്റ് കാറ്റഗറിയിൽ ഗോൾഡ് മെഡലും സിൽവർ മെഡലുകളും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ മെൻസ് ഫ്രീ സ്റ്റൈലിൽ 6 ഗോൾഡും 1 സിൽവറുമാണ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ. അപ്പൊ Under-23 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ഹിസ്റ്റോറിക് ഫിനിഷ് ആണ്, ഇന്ത്യ ടോപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള മെഡലുകളെല്ലാം തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി മെഡലുകൾ.
നെക്സ്റ്റ് ആണ് നീരജ് ചോപ്ര വിൻ ഗോൾഡ് അറ്റ് പാരീസ് ഡയമണ്ട് ലീഗ്. നീരജ് ചോപ്ര വിൻ ഗോൾഡ് അറ്റ് പാരീസ് ഡയമണ്ട് ലീഗ്. അപ്പൊ ഇന്ത്യസ് ജാവലിൻ സ്റ്റാർ നീരജ് ചോപ്ര ഹാസ് വൺ പാരീസ് ഡയമണ്ട് ലീഗ് ടൈറ്റിൽ. അപ്പൊ പാരീസ് ഡയമണ്ട് ലീഗ് ഇപ്രാവശ്യം വിൻ ചെയ്തിരിക്കുന്നത് 2 പ്രാവശ്യം ഒളിമ്പിക് മെഡൽ വിന്നർ ആയിട്ടുള്ള നീരജ് ചോപ്രയാണ്. സോ പാരീസ് 2024 ബ്രോൺസ് മെഡലും പാരീസ് 2024 സിൽവർ മെഡലും ടോക്കിയോ 2020 ഗോൾഡ് മെഡലുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നീരജ് ചോപ്രയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പൊ അത് കൂടാതെ തന്നെ പാരീസ് ഡയമണ്ട് ലീഗ് 2025 വിന്നർ ആണ് നീരജ് ചോപ്ര. ഓക്കെ, നെക്സ്റ്റ് ഡൽഹി CM unveils logo and mascot for World Para Athletics Championship. സോ ഇന്ത്യ ആദ്യമായിട്ടാണ് വേൾഡ് പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ന്യൂഡൽഹിയിലാണ് ഈ ഇവന്റ് നടക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. മസ്കോട്ടിന്റെ പേരാണ് വിരാജ് എന്ന് പറയുന്നത് ഒരു യങ് എലിഫന്റ്. ഇതാണ് നമ്മുടെ വിരാജ് ആണ് നമ്മുടെ വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ മസ്കോട്ടിന്റെ പേരാണ് വിരാജ്. നടക്കാൻ പോകുന്നത് ന്യൂഡൽഹി. ഇന്ത്യ ആദ്യമായിട്ടാണ് ഈ ഒരു ഇവന്റിനെ ഹോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കുക. റെഡി? വുമൺ ലൈഫ് ഫ്രീഡം the pulse of Iran's 2022 uprising capture in powerful in new book. വുമൺ ലൈഫ് ഫ്രീഡം എന്ന് പറയുന്നത് ചൗറ മക്രമീസിന്റെ ഫസ്റ്റ് ബുക്കാണ് വുമൺ ലൈഫ് ഫ്രീഡം എന്ന് പറയുന്നത് ചൗറ മക്രമിയുടെ പുതിയ ബുക്കാണ് എന്നുള്ള കാര്യം നോക്കുക. നെക്സ്റ്റ് കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് Shiva Subramanian Raman takes charge as new PFRDA chairperson. So Pension Fund Regulatory Development Authority-യുടെ പുതിയ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആരാണ്? ശിവ സുബ്രഹ്മണ്യൻ രാമൻ. 5 വർഷത്തേക്കാണ് ടെന്യൂർ വരുന്നത്. 5-year ടേം ആണ് ഇതിൽ വരുന്നത്. ശിവ സുബ്രഹ്മണ്യൻ രാമനാണ്. റെഡി ആണല്ലോ? നിങ്ങൾ ആലോചിക്കുക, പെൻഷൻ ആണ് അല്ലെ, പെൻഷൻ ഫണ്ട് ആണ്. സോ മണി എന്ന പേരിൽ വേണം, മണിയാണ്. പെൻഷൻ എന്ന് കേൾക്കുമ്പോ തന്നെ മണിയല്ലേ, അപ്പൊ മണി കയ്യിൽ വേണം എന്നുള്ള കാര്യം ആലോചിക്കുക. റെഡി ആണല്ലോ? ദീപക് മൊഹാണ്ടിനെയാണ് അദ്ദേഹം സക്സീഡ് ചെയ്യുന്നത്. ഇതിനു മുന്നേ PFRDA ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ദീപക് മൊഹാണ്ടി ആയിരുന്നു. നെക്സ്റ്റ്, Jahnavi of Palakolu selected as astronaut candidate for Titan Space Mission. അപ്പോൾ Titan Space Missionന്റെ astronaut candidate ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ജാൻവി ഓഫ് പാലക്കൊല്ലു. ജാൻവിനെയാണ് ആസ്ട്രോനറ്റ് കാൻഡിഡേറ്റ് ആയിട്ട്, ടൈറ്റൻ സ്പേസ് മിഷന്റെ ആസ്ട്രോനറ്റ് കാൻഡിഡേറ്റ് ആയിട്ട് ജാൻവിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ഏഷ്യൻ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് തായ്ലൻഡിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ ബെസ്റ്റ് എവർ പെർഫോമൻസ് 27 മെഡലുകളുമായി ഇന്ത്യയുടെ ബെസ്റ്റ് എവർ പെർഫോമൻസ് ആയിരുന്നു എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, അപ്പൊ ഏഷ്യൻ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് തായ്ലൻഡിലാണ് നടന്നത്. ഇന്ത്യക്ക് 27 മെഡലുകളാണ് ലഭിച്ചിട്ടുള്ളത്. ബെസ്റ്റ് എവർ പെർഫോമൻസ് ആയിരുന്നു, ഇതുവരെയുള്ളതിൽ ബെസ്റ്റ് എവർ പെർഫോമൻസ് ആയിരുന്നു. ഓക്കെ, ഇതില് 27 മെഡലില് 4 ഗോൾഡ് മെഡല്, 10 സിൽവർ മെഡല്, 13 ബ്രോൺസ് മെഡലുകളാണ് നമ്മൾ നേടിയിട്ടുള്ളത്. ഇതില് ഗോൾഡ് മെഡലിസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ നിതേഷ് കുമാർ ആൻഡ് തുളസി മതി മുരുകേശൻ ആൻഡ് മനീഷ രാംദാസ്, നിതേഷ് കുമാർ ആൻഡ് സുഗാന്ത് കദം ആണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഗോൾഡ് മെഡൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, ഹോക്കിയിലെ 2-time ഒളിമ്പിക് മെഡലിസ്റ്റ് ആയിട്ടുള്ള ലളിത് കുമാർ ഉപാധ്യായ് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇന്ത്യൻ ഫോർവേഡ് ലളിത് കുമാർ ഉപാധ്യായ് അനൗൺസസ് റിട്ടയർമെന്റ് ഫ്രം ഇന്റർനാഷണൽ ഹോക്കി. അപ്പൊ ഇന്റർനാഷണൽ ഹോക്കിയിൽ നിന്നും 2-time ഒളിമ്പിക് മെഡലിസ്റ്റ് ആയിട്ടുള്ള ലളിത് കുമാർ ഉപാധ്യായ് റിസൈൻ ചെയ്യാനായിട്ട് പോവാണ്. ഇനി സംവിധാൻ ഹത്യാ ദിവസ്, അതായത് 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത്
കുറെ അധികം ഒപ്പോസ് ചെയ്തിട്ടുള്ള ഫൈറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മ ദിവസമാണ് സംവിധാൻ ഹത്യാ ദിവസ് എന്ന് പറയുന്നത്. സോ സംവിധാൻ ഹത്യാ ദിവസ് ജൂൺ 25 വരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, ഇന്ത്യയുടെ ഫസ്റ്റ് ഓഫ് ഗ്രിഡ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്ലാന്റ് വരാൻ പോകുന്നത് എവിടെയാണ്? കച്ച്, ഗുജറാത്തിലാണ്. 5 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് അദാനി ന്യൂ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് ഈ ഒരു ഫസ്റ്റ് ഓഫ് ഗ്രിഡ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. എവിടെയാണ്? കച്ച്, ഗുജറാത്തിലാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. അതായത് റിന്യൂവബിൾ എനർജി സോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഗ്രീൻ ഹൈഡ്രജൻ യൂസിങ് ഇലക്ട്രോളിസിസ് പ്രോസസ് ആണ് ചെയ്യുന്നത്. ഇലക്ട്രോളിസിസ് പ്രോസസ്സ് ചെയ്യാനുള്ള എനർജി റിന്യൂവബിൾ എനർജി സോഴ്സസിൽ നിന്നുമാണ് ഉപയോഗിക്കുന്നത്. അതായത് സോളാർ, വിൻഡ് മുതലായ റിന്യൂവബിൾ എനർജി സോഴ്സസ് വഴി ഇലക്ട്രോളിസിസ് ചെയ്യുകയും അതുവഴി അതുവഴി ഗ്രീൻ ഹൈഡ്രജൻ ഇലക്ട്രോളിസിസ് പ്രോസസ്സ് വഴിയാണ് ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള തേർഡ് സ്റ്റേറ്റ് ആയിട്ട് ആര് മാറിയിട്ടുണ്ട്? ത്രിപുര ബിക്കംസ് ദി തേർഡ് ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ്. അപ്പൊ ത്രിപുരയാണ് ഇപ്പോഴത്തെ മൂന്നാമത്തെ കംപ്ലീറ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആണ് ത്രിപുര എന്ന് പറയുന്നത്. സോ ത്രിപുര ഇതിനു മുന്നേ ത്രിപുര ഡിക്ലേർഡ്, അതായത് ഉല്ലാസ് നവഭാരത് സാക്ഷരതാ കാര്യക്രം ന്യൂ ലിറ്ററസി പ്രോഗ്രാം ആയിട്ടുള്ള ഉല്ലാസ് നവഭാരത് സാക്ഷരതാ കാര്യക്രമിന്റെ അണ്ടറിലാണ് ത്രിപുര എന്ത് ചെയ്തിട്ടുള്ളത്? ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇതൊരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. ഓക്കെ, 2022 മുതൽ 2027 വരെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണിത്. അപ്പോ മിസോറാമും ആദ്യം ഫസ്റ്റ് ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ളത്, ത്രിപുര തേർഡ് സ്റ്റേറ്റ് ആണ്. മിസോറാമിനും ഗോവയ്ക്ക് ശേഷം തേർഡ് സ്റ്റേറ്റ് ആണ് ത്രിപുര എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നമ്മുടെ ഇന്ത്യയുടെ സ്പിന്നർ ആയിട്ടുള്ള ദിലീപ് ദോഷി, അദ്ദേഹം ഒബീച്ചുവറി ആണ് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, ഇനി SDG ഇന്ത്യ ഇൻഡെക്സിൽ, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് വരുന്നത് 99 എന്നുള്ള കാര്യം ആലോചിക്കുക. SDG ഇന്ത്യ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് വരുന്നത് 99 എന്നുള്ള കാര്യം ആലോചിക്കുക. ഫസ്റ്റ് ടൈം ആണ് ടോപ്പ് 100 ഉള്ളിൽ ഇന്ത്യ വരുന്നത്. 193 കൺട്രീസിനെ റാങ്ക് ചെയ്തതിൽ ഇന്ത്യയുടെ റാങ്ക് വരുന്നത് 99 എന്നുള്ള കാര്യം ആലോചിക്കുക. അതായത് India has for the first time secured place among the top 100 among 193 countries. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ ഇന്ത്യക്ക് ഉണ്ടായ നേട്ടമാണ് ഇത് കാണിക്കുന്നത്. ആദ്യത്തെ തവണയാണ് ടോപ്പ് 100 പൊസിഷനിൽ ഇന്ത്യ വരുന്നത്. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 99ാമത്തെ റാങ്ക് ആണ്. ചൈനയ്ക്ക് 49th റാങ്ക് ഉണ്ട്, US-ന് 44 ഉണ്ട്. ഏത് കൺട്രിയാണ് ഫസ്റ്റ് റാങ്ക് വരുന്നത്? ഫിൻലൻഡ് ആണ് ഫസ്റ്റ് വരുന്നത്. സ്വീഡനും ഡെൻമാർക്കുമാണ് സെക്കൻഡ് പൊസിഷൻ വരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, നെക്സ്റ്റ്, ക്രിസ്റ്റി കോവൻട്രി. നമുക്കറിയാം ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവുന്ന ഫസ്റ്റ് വുമൺ ആണ് ക്രിസ്റ്റി കോവൻട്രി. സിംബാബ്വെ ആണ് സ്റ്റേറ്റ് വരുന്നത്, അല്ലെ? സിംബാബ്വെ ആണ് കൺട്രി വരുന്നത്. ഓക്കെ, സിംബാബ്വെ ആണ് കൺട്രി വരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവുന്ന ഫസ്റ്റ് ആഫ്രിക്കൻ വംശജയാണ്, ഫസ്റ്റ് വുമൺ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവര് സിംബാബ്വെയുടെ സ്പോർട്സ് മിനിസ്റ്റർ ആയിരുന്നു എന്നുള്ള കാര്യം ആലോചിക്കുക. റെഡി? ഇനി The New World 21st Century Global Order and India, രാം മാധവിന്റെ ഏറ്റവും പുതിയ ബുക്കാണെന്നുള്ള കാര്യം നോക്കുക. ഇനി നവ്യ എന്ന് പറയുന്നത് അഡോളസെന്റ് ഗേൾസ്, വികസിത് ഭാരത് 2047 നമുക്കറിയാം ഫോക്കസ് ചെയ്യുന്ന ഒരു മേജർ കമ്മ്യൂണിറ്റി അഡോളസെന്റ് ഗേൾസ് ആണ്, അല്ലെ? അപ്പൊ അഡോളസെന്റ് ഗേൾസിന് വേണ്ടി ഗവൺമെന്റ് ലോഞ്ച് ചെയ്യുന്ന പുതിയ പ്രോഗ്രാം ആണ് നവ്യ എന്ന് പറയുന്നത്. സോ നവ്യ പ്രോഗ്രാമില് Nurturing aspirations through vocational training for young adolescent girl ആണ് എന്തെന്ന് പറയുന്നത്? നവ്യ സ്കീം എന്ന് പറയുന്നത്. അതായത്
മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റും മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പും ചേർന്നിട്ടാണ് വൊക്കേഷണൽ ട്രെയിനിങ് വഴി അഡോളസെന്റ് ഗേൾസിനെ എംപവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ നവ്യ സ്കീം നോക്കുക. ഓക്കെ, അപ്പൊ 16 വയസ്സിന്റെയും 18 വയസ്സിന്റെയും ഇടയിലുള്ള അറ്റ്ലീസ്റ്റ് 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുകയും, അതായത് നോൺ ട്രഡീഷണൽ ജോബ് റോൾസ്, അതായത് എമേർജിംഗ് സെക്ടർ, നമ്മുടെ എക്കണോമിയുടെ എമേർജിംഗ് സെക്ടറുകളിൽ 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അറ്റ്ലീസ്റ്റ് 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഒരു വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുകയും നമ്മുടെ എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവരെയും ഹെൽപ്ഫുൾ ആക്കുക, അവരെയും ഏബിൾ ആക്കുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഗ്ലോബൽ പീസ് ഇൻഡെക്സ്. ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഇന്ത്യന്റെ പൊസിഷൻ 115 ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. മോസ്റ്റ് പീസ്ഫുൾ കൺട്രി ഐസ്ലൻഡ് ആണ്. ഐസ്ലൻഡ്, ഓസ്ട്രിയ, ന്യൂസിലൻഡ്, സ്വിറ്റ്സർലൻഡ് ഒക്കെയാണ് എന്ത് വരുന്നത്, ടോപ്പ് പൊസിഷനിൽ വരുന്നത്. 2024 ഇന്ത്യന്റെ റാങ്ക് 116 ആയിരുന്നു, ഇപ്പൊ 115 ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് ജാവലിൻ ടൈറ്റിൽ നീരജ് ചോപ്രയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. നീരജ് ചോപ്ര മീൻസ് ഒസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് 2025 ജാവലിൻ ത്രോ ടൈറ്റിൽ ഇൻ ചെക്ക് റിപ്പബ്ലിക്. അപ്പോ 2 ടൈം ഒളിമ്പിക് മെഡലിസ്റ്റ് ആയിട്ടുള്ള നീരജ് ചോപ്രയ്ക്കാണ് ഒസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് 2025 ജാവലിൻ ത്രോ ടൈറ്റിൽ ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കുക. റെഡി? നെക്സ്റ്റ്, അമിത്ഷാ റിലീസ് ചെയ്തിട്ടുള്ള ബുക്കാണ് ദ എമർജൻസി ഡയറീസ് ബുക്ക് ക്രോണിക്കിൾസ് PM മോദിസ് റോൾ ഇൻ ഫൈറ്റ് ഫോർ ഡെമോക്രസി. ഓക്കെ, ബ്ലൂ ക്രാഫ്റ്റ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു ബുക്ക് റിലീസ് ചെയ്തത് അമിത്ഷാ ആണ് എന്നുള്ള കാര്യം നോക്കുക. നെക്സ്റ്റ്, ക്ലൈമറ്റ് സയന്റിസ്റ്റ് ജഗദീഷ് ശുക്ല റിലീസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ പുതിയ ബുക്കാണ് ബില്യൺ ബട്ടർഫ്ലൈസ് എ ലൈഫ് ഇൻ ക്ലൈമറ്റ് ആൻഡ് ചൗസ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജഗദീഷ് ശുക്ലന്റെ ബുക്കാണ് ബില്യൺ ബട്ടർഫ്ലൈസ്. ഓക്കെ, അപ്പൊ അടുത്ത ന്യൂസിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ RRB NTPC റെഗുലർ ബാച്ചിനെ കുറിച്ചാണ്. അതായത് ഇപ്പൊ നമ്മുടെ ഒരു NTPC കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ. അപ്പൊ നമ്മുടെ അടുത്ത NTPC ബാച്ച് സിമ്പിൾ ആയി പഠിച്ച് നമുക്ക് ഈസി ആയി ജോലി നേടാനായി നമ്മുടെ RRB NTPC, അതായത് 2026 നടക്കാൻ പോകുന്ന NTPC എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് ആയിരിക്കും. വളരെ ബിഗിനേഴ്സിന് മുതൽ ബിഗിനിങ് മുതൽ, അതായത് വളരെ സിമ്പിൾ ആയി തുടങ്ങി ഏറ്റവും അഡ്വാൻസ് ലെവൽ വരെയുള്ള പ്രോബ്ലംസും കാര്യങ്ങളും നമ്മൾ ഈ ഒരു ബാച്ചിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ 450 hours ഓഫ് ലൈവ് ക്ലാസ്സുകളാണ്. 2 to 4 hours ഡെയിലി ക്ലാസ് ഉണ്ടായിരിക്കും. 16th ജൂലൈ മുതലാണ് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് നമ്മുടെ ഇങ്ങനെ ഒരു ബാച്ച് തുടങ്ങുന്ന കാര്യം അറിയിക്കുക, എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് ബാച്ചിൽ കാണാം. 3999 ആണ് നമ്മുടെ ബാച്ച് ഫീ എന്ന് പറയുന്നത്. റെയിൽവേയില് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ, ടിക്കറ്റ് കൊമേഴ്ഷ്യൽ ക്ലർക്ക് കം ടിക്കറ്റ് കളക്ടർ, ഗുഡ്സ് ഗാർഡ് തുടങ്ങിയ നല്ല പോസ്റ്റുകളിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഹെൽപ്ഫുൾ എക്സാം ആണ് NTPC എക്സാം എന്ന് പറയുന്നത്. സോ 2026 NTPC ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ജോയിൻ ചെയ്യുക NTPC റെഗുലർ ബാച്ച് 1.0. റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്കിനി നമ്മുടെ അടുത്ത ന്യൂസിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ന്യൂസ് ആണ് ദജ 2025 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർത്തി ആബ ജൻ ഭാഗീദാരി അഭിയാൻ. അപ്പൊ ധർത്തി ആബ ജൻ ഭാഗീദാരി അഭിയാൻ ദാജ എന്ന് പറയുന്ന ദാജ 2025 ലാർജസ്റ്റ് എവർ ട്രഡീഷണൽ എംപവർമെന്റ് സ്കീമാണ്. ഇന്ത്യ ലോഞ്ച് ഇറ്റ്സ് ലാർജസ്റ്റ് എവർ ട്രൈബൽ എംപവർമെന്റ് ക്യാമ്പയിൻ ധർത്തി ആബ ജൻ ഭാഗീദാരി അഭിയാൻ. ഈ ഒരു ലാർജസ്റ്റ് എവിടെ പോയി, ഇതാണ് ഇന്ത്യയുടെ ലാർജസ്റ്റ് ട്രൈബൽ എംപവർമെന്റ് ക്യാമ്പയിൻ ആണ് ദജ 2025 എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1,00,000 ട്രൈബൽ വില്ലേജ്, അതായത് നമ്മുടെ 31 സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറികളിലുള്ള 1,00,000-ഓളം ട്രൈബൽ വില്ലേജുകളെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ട്രൈബൽ ഔട്ട്റീച്ച് എംപവർമെന്റ്, അതാണ് പ്രധാനമായിട്ടും എയിം ചെയ്യുന്നത്. ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ വെൽഫെയർ ആണ് ഇതിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഇത് ബാക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കുക. ഇനി ശക്തിപീഠ് എക്സ്പ്രസ് ഹൈവേ മഹാരാഷ്ട്രയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആണ്. മഹാരാഷ്ട്ര ക്യാബിനറ്റ് 2024 ജൂൺ 24, 2025 ഇത് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൻവാർ
വർദ്ധയിലുള്ള പനുവാരം മുതൽ പത്രാദേവി മഹാരാഷ്ട്ര ഗോവ ബോർഡറിലുള്ള പത്രാദേവി വരെയാണ് എന്ത് വരുന്നത് 12 ഡിസ്ട്രിക്റ്റുകളെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഹൈവേ പോകുന്നത്. നെക്സ്റ്റ്, Bihar to host its first nuclear plant under India's new SMR mission. നമുക്കറിയാം നമ്മുടെ സ്മാർട്ട് SMR അതായത് നമ്മുടെ സ്മോൾ മോഡുലാർ റിയാക്ടർ ബേസ് ചെയ്തുകൊണ്ടുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ് വരാൻ പോകുന്നത് അപ്പോൾ ബീഹാറിലാണ്. ബീഹാറിന്റെ ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് അണ്ടർ ന്യൂ SMR മിഷൻ. ഓക്കെ, ഇനി അണ്ടർ 17 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ടു വിയറ്റ്നാം, അതായത് അണ്ടർ 17 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വുമൺ ടീം ഓവറോൾ ടൈറ്റിൽ വിൻ ചെയ്തിട്ടുണ്ട്. വിയറ്റ്നാമിലാണ് ഇത് നടന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, ഇനി ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം 2025 നവംബറിൽ ജയ്പൂരിലാണ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അഷ്ടലക്ഷ്മിയാണ് മസ്കോട്ട് ആയിട്ടുണ്ടായിരുന്നത്. സോ ഇപ്രാവശ്യം രാജസ്ഥാൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇവന്റ് ഹോസ്റ്റ് ചെയ്യുന്നത്. രാജസ്ഥാൻ ഫസ്റ്റ് ടൈം ആണ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം ഹോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം 2020 ജോയിന്റ്ലി ഹോസ്റ്റ് ചെയ്യുന്നത് പൂർണിമ യൂണിവേഴ്സിറ്റി ആൻഡ് രാജസ്ഥാൻ യൂണിവേഴ്സിറ്റി ആണ്. രാജസ്ഥാൻ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ഇവന്റ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ന്യൂസ് ആണ്. ശ്രീവല്ലി ഭാമിതി പതി വിൻസ് BGK, അതായത് ബില്ലി ജീൻസ് കിങ് കപ്പ് BGK കപ്പ് ഹാർട്ട് അവാർഡ്. The International Tennis Federation announced Srivalli Bhamiti Pati as the winner of Billie Jean King Cup Heart Award Asia Oceania Zone. സോ ഈ ഒരു ന്യൂസ് ആണ് നമ്മുടെ ഏറ്റവും അവസാനത്തെ ന്യൂസ് എന്ന് പറയുന്നത്. സോ എല്ലാവരും നമ്മുടെ വീക്കിലി കറണ്ട് അഫെയർ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്ക് നിങ്ങൾക്ക് എന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കറണ്ട് അഫെയർസ് വിത്ത് അനു എന്നാണ് എന്റെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പേര്. കറണ്ട് അഫെയർസ് വിത്ത് അനു എന്നാണ് എന്റെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പേര്. സോ ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നമുക്കിനി അടുത്ത വീക്കിലി കറണ്ട് അഫെയർസിൽ കാണാം. ബൈ, സി യു.